RRT സംഘങ്ങളാണെന്ന് മനസ്സിലാകുന്നു. അവർ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഒരുപക്ഷെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായേക്കാം. RRT സംഘങ്ങൾ പുറത്തേക്ക് വരുന്നു. RRT സംഘത്തിൽപ്പെട്ട ഒരാൾക്കാണ് പരിക്കേറ്റത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവർ പക്ഷേ പ്രതികരിക്കാനൊന്നും തയ്യാറാകില്ല. അവർക്ക് ചില നിയന്ത്രണങ്ങളും മറ്റുമുണ്ട്. അവരുടെ സംഘം തലവന്മാർ ആരെങ്കിലും എത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എനിക്ക് പറയാം അനീഷ്. രഞ്ജിത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടേക്ക് കൂടുതൽ RRT സംഘങ്ങളെ എത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് മറ്റിടങ്ങളിലുള്ള RRT സംഘങ്ങളോടും അങ്ങോട്ട് പോകാൻ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘം കൂടെ ആ സ്ഥലത്തേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ മറ്റൊരു സ്ഥലത്ത് ഡ്യൂട്ടി നോക്കിയിരുന്ന RRT അംഗങ്ങളാണ്. 1, 2, 3, 8 പേരാണ് ഈ സംഘത്തിൽ ഓരോ സ്ഥലത്തുമുള്ളത്. അത്തരത്തിലെ 10 സംഘങ്ങളെയാണ് വിന്യസിക്കുമെന്ന് ഇന്നലെ അറിയിക്കുകയും ഇന്ന് രാവിലെ ബേസ് ക്യാമ്പിൽ ഇവരെല്ലാം തമ്പടി ശേഷം അവിടെ നിന്നും 8 പേർ വീതമുള്ള ആളുകളായി ഓരോരോ വാഹനങ്ങളിലായി പോവുകയും ചെയ്യുന്നു. കൃത്യമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 8 പേരാണ്. ഒരു ഗ്രൂപ്പ് ആളുകളാണ്, ഒരു സംഘത്തിലുള്ള RRT അംഗങ്ങളാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ മറ്റൊരിടത്ത് കടുവയ്ക്കായുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു അടിയന്തര സാഹചര്യം വന്നപ്പോൾ ഇവിടേക്ക് മാറിയിരിക്കുന്നു ആ സംഘം. ഇവിടേക്ക് അവരെ പുനർവിന്യസിച്ചിരിക്കുന്നു. ഈ മേഖലയിലുള്ള മുഴുവൻ RRT സംഘങ്ങളെയും അവിടേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബേസ് ക്യാമ്പിനടുത്തുണ്ടായിരുന്ന പോലീസ് സേനാംഗങ്ങളെയും ഇവിടേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നു. പോലീസും കാട്ടിനുള്ളിലേക്ക് ഇപ്പോൾ വനംവകുപ്പിനെ സഹായിക്കാനായി പോയിരിക്കുന്ന കാഴ്ചകൾ തന്നെ കാണാൻ കഴിയുന്നു. എന്തായാലും അടിയന്തര സാഹചര്യം കാട്ടിനുള്ളിൽ ഉണ്ടായിരിക്കുന്നു. കടുവയും ദൌത്യസംഘങ്ങളും നേർക്കുനേർ കണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മയക്കുവെടി വെക്കാനോ അല്ലെങ്കിൽ കടുവയെ പിടിക്കാനുള്ള മറ്റു മാർഗങ്ങളോ ഒക്കെ ദൌത്യസംഘങ്ങൾ തേടിയിരിക്കാം. അപ്പോഴാവാം ഈ ജയസൂര്യ എന്ന RRT അംഗത്തിന് പരിക്ക് പറ്റിയത്. അദ്ദേഹത്തിന്റെ പരിക്കിന്റെ ഒരു തോത്, എത്രമാത്രം മാരകമായ പരിക്കുകളാണ് അദ്ദേഹത്തിന് പറ്റിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിരിക്കുന്നു. കടുവ തന്നെയാണ് അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നതെന്ന ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിക്കണം. നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരം പിന്നിട്ടാലാണ് ഈ ദൌത്യം നടന്ന സ്ഥലത്തേക്കുള്ള സ്ഥലം. അതും ഏതാണ്ട് 500 മീറ്ററോളം ദൂരം, അതായത് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ അവിടെ വഴിയില്ല. കാട്ടുചോലയിലൂടെ, മരങ്ങൾക്കിടയിലൂടെ, കൊടുങ്കാട്ടിലൂടെ വേണം അവിടെ നിന്നും അദ്ദേഹവുമായി ആളുകൾക്ക് ഈ വഴിയുള്ള സ്ഥലത്തേക്ക് എത്താൻ. അവിടെ നിന്നുമാണ് വാഹനം മാർഗേന ഇവിടേക്ക് വരാൻ. അതുകൊണ്ട് ദുഷ്കരമായൊരു ദൌത്യം. 3-4 പേരൊക്കെ ചേർന്ന് പിടിച്ചാലാവും കാട്ടിനുള്ളിലൂടെ ഒരു വ്യക്തിയെ വാഹനത്തിലേക്ക് എത്തിക്കാൻ കഴിയുക. അതിനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോയി. സമീപ പ്രദേശങ്ങളിലുള്ള RRT അംഗങ്ങളെല്ലാം അവിടെ വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥരും കൂടുതലായി അവിടേക്ക് പോയിരിക്കുന്നു. ഏതാണ്ട് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം കഴിഞ്ഞ 3 ദിവസമായി ഉണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആദ്യ ദിനം രാധയെ കൊന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ മാറിയാണ് ഇന്നലെ നൌഫൽ എന്നയാളുടെ വീടിന്റെ പരിസരത്ത് കടുവയെ കണ്ടത്. അദ്ദേഹത്തിന്റെ ഭാര്യ കടുവയെ കണ്ടു, മക്കൾ കടുവയെ കണ്ടു. തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് ആ മറിയം എന്ന സ്ത്രീ നമ്മളോട് പറയുകയും ചെയ്തു. അവിടെ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ മാറിയാണ് ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവിടെ നിന്നും RRT അംഗത്തെ പുറത്തേക്ക് എത്തിക്കും. കടുവയ്ക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ കടുവയെ പിടികൂടാൻ കഴിഞ്ഞോ, അതോ കടുവ ഈ RRTയുടെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു കളഞ്ഞോ, വെടിവെക്കാൻ കഴിഞ്ഞോ എന്നീ ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത്. നേരത്തെ നാട്ടുകാരൻ പറഞ്ഞതനുസരിച്ച് ആ സ്ഥലത്ത് നിന്നും ഒരു ശബ്ദം കേട്ടിരുന്നു. പക്ഷേ എന്തിന്റെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ RRT സംഘാംഗങ്ങൾ ഈ കടുവയ്ക്ക് നേരെ വെടിവെച്ചപ്പോൾ ഒരു പ്രത്യാക്രമണം കടുവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാവാനുമുള്ള സാധ്യതയാണ്. കടുവ മാന്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. എത്രമാത്രം മാരകമാണ് ആ പരുക്ക്, എന്താണ് അവിടെ സംഭവിച്ചതെന്നതിനെ കുറിച്ചുള്ള വ്യക്തത കാട്ടിൽ നിന്നുമുള്ള സംഘാംഗങ്ങൾ പുറത്തേക്ക് മടങ്ങിയെത്തുമ്പോൾ മാത്രമേ നൽകാൻ കഴിയൂ. നേരത്തെ ബേവൂർ റേഞ്ച് ഓഫീസർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം സ്ഥിരീകരിച്ചത് ജയസൂര്യ എന്ന RRT സംഘാംഗത്തിന് പരിക്ക് പറ്റി. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൃത്യമായ വിവരമില്ല. കാട്ടിൽ എന്താണ് നടന്നതെന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇതിനകം കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും കടുവയുടെ ആക്രമണമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ പ്രദേശത്ത് ഇപ്പോഴും കടുവയുടെ സാന്നിധ്യമുണ്ട്. RRT സംഘത്തിന് പരിക്ക് പറ്റിയ പശ്ചാത്തലം അതീവ ഗൗരവതരമാണ്. നമുക്കറിയാം, എല്ലാ സന്നാഹങ്ങളോടും കൂടി കാട്ടിൽ പോയി കടുവയെ കണ്ടെത്താനും അതിനെ മയക്കുവെടി വെക്കാനും ഒക്കെയായി സജ്ജീകരണത്തോടുകൂടി പോകുന്ന സംഘമാണ് RRT സംഘം. അവർക്ക് ഇത്തരത്തിൽ അവരെയും ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വളരെയേറെയാണ്. ദ്രുതഗതിയിൽ വനംവകുപ്പ് സന്നാഹങ്ങൾ കൂടുതൽ സന്നാഹങ്ങളുമായി അകത്തെ കാട്ടിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. തറാട്ട് എന്ന
മേഖലയിലേക്കാണ് ഉദ്യോഗസ്ഥർ നീങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. RRT അംഗം ജയസൂര്യക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. അതീവ ഗൗരവതരമായ സാഹചര്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രി OR കേളു തന്നെ നമ്മളോട് സ്ഥിരീകരിച്ചിരുന്നു കടുവയുടെ ആക്രമണമാണ് ഈ RRT സംഘത്തിന് നേരെ എന്ന കാര്യത്തിൽ. ഏതായാലും വീണ്ടും കടുവ ആക്രമണം, കടുവ സജീവമായി തന്നെ ആ മേഖലയിൽ ഉണ്ട് എന്ന് പറയുന്നത് നാട്ടുകാർക്ക് കുറച്ചൊന്നുമല്ല ഭീതി സമ്മാനിക്കുന്നത്. കടുവയെ പിടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും ഉണ്ട് എങ്കിൽ പോലും അതൊന്നും വിജയിക്കുന്നില്ല എന്ന പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടി വരും. MS ഹനീഷ് കുമാർ ആ മേഖലയിലുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി അതിന്റെ വിവരങ്ങൾ നമുക്ക് ഓരോ നിമിഷവും ലഭ്യമാകുന്നുണ്ട്. താനും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് RRT സംഘങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായി എന്ന് തന്നെയാണ്. നാട്ടുകാരൊക്കെ ഭീതിയിലാണ്. ഈ മേഖലയ്ക്ക് തൊട്ടടുത്താണ് കഴിഞ്ഞ ദിവസം രാധ എന്ന സ്ത്രീ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും കടുവ ഭക്ഷിക്കുകയും മറ്റും ചെയ്ത്. വീണ്ടും കടുവ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, അതിനെ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ നാട്ടുകാർ വലിയ ഭീതിയിലാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. MS